കേരള ഗവൺമെന്റ് 2025-26 ബജറ്റിലേക്ക് തിരിയുകയാണ്. അപ്പോൾ പ്രീ ബജറ്റ് ഡിസ്കഷൻസ് ഒക്കെ ഒരു പക്ഷേ ധനമന്ത്രി നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. എല്ലാ വർഷവും അങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം. ആ സാഹചര്യത്തിൽ എന്താ ഈ പ്രീ ബജറ്റ് ഡിസ്കഷൻ, എന്താണ് അതിൽ പറയാൻ പറ്റുക? നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് സഹായകമായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ബജറ്റ് വഴി ഗവൺമെന്റ് നടപ്പാക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതൊക്കെ തന്നെയാണ് നമ്മുടെ നിർദ്ദേശങ്ങളായി പ്രീ ബജറ്റ് ഡിസ്കഷനിൽ നമ്മൾ ഗവൺമെന്റിന് മുൻപാകെ വെക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെന്റിന്റെയും കൂടി താല്പര്യമൊക്കെ പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ എടുത്തു വെക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഞാനൊക്കെ പങ്കെടുത്തതാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതിയും അല്ലാതെയും കൊടുത്തതുമാണ്. അങ്ങനെ നമുക്ക് 2024 ബജറ്റ് വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ബജറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേരളം ഓരോ ദിവസവും കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ മാസമാണ്, അതായത് ഡിസംബർ അവസാനത്തോടെയാണ് പദ്ധതി ചെലവുകൾ 50% വെട്ടിച്ചുരുക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കത്തക്ക ഒരവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നു. അപ്പോൾ പദ്ധതി ചെലവുകൾ 50% വെട്ടി, അതായത് ബജറ്റിൽ പ്രഖ്യാപനം ചെയ്ത പദ്ധതി ചെലവുകളാണ് 50% വെട്ടിച്ചുരുക്കിയത്. അത്ര കടുത്ത ധനപ്രതിസന്ധി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്ത് എന്തിനാണ് പ്രീ ബജറ്റ് ഡിസ്കഷൻ, എന്തിനാണ് നമ്മൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ഗവൺമെന്റിനെ അറിയിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ആരും ചിന്തിച്ചു പോകും. അതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല. പക്ഷേ എങ്കിൽ പോലും അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ജനാധിപത്യ സമൂഹത്തില് ജനം മിണ്ടിയില്ലെങ്കിൽ അതിൽ നിന്ന് മുതലെടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു വലിയ പരാജയമായിട്ട് ഇപ്പോൾ നമ്മുടെ രഘുറാം രാജൻ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ആ ഗ്രന്ഥം പോലും കാണിച്ചത് എന്താണ്, ഒരു വീഡിയോയിലൂടെ, അതായത് തേർഡ് പില്ലർ എന്ന് പറഞ്ഞ് രഘുറാം രാജൻ എഴുതിയിരിക്കുന്ന പുസ്തകം. അതിനകത്ത് പറയുന്നത് കോർപ്പറേറ്റുകളും വ്യാപാരി വ്യവസായികളും ഗവൺമെന്റും ജനാധിപത്യ ഗവൺമെന്റുകളും കൈകോർക്കുന്നു. ആരാണ് ഞെരിഞ്ഞമർന്നു പോകുന്നത്? ആരുടെ താല്പര്യങ്ങളാണ് ഹനിക്കപ്പെടുന്നത്? പൊതുജനത്തിന്റെ താല്പര്യം. ആരാണോ വോട്ട് ചെയ്ത് ഇവരെ ഭരണത്തിൽ കയറ്റിയത് ആ ജനത്തിന്റെ താല്പര്യമാണ് വിസ്മരിക്കപ്പെടുന്നത്, ഹനിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് മിണ്ടാതിരുന്നുകൂടാ, നാം മിണ്ടണം. അപ്പൊ അങ്ങനെ മിണ്ടിയതിൽ നിന്ന് എന്ത് വന്നു, എന്ത് കിട്ടി, എന്ത് കിട്ടിയില്ല എന്നൊക്കെ കണക്ക് കൂട്ടാനും നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ ഈ വരാനിരിക്കുന്ന ബജറ്റിലെ തുടക്കത്തിൽ തന്നെ ഞാൻ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആരോഗ്യസ്ഥിതി, ഹെൽത്ത് എങ്ങനെയാണ് കേരളത്തിന്റെ ഹെൽത്ത്? എല്ലാവിധ സാംക്രമിക രോഗങ്ങളും, അതായത് ലോകത്തെവിടെയും ഒരു മലയാളി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തെവിടെ ഒരു രോഗമുണ്ടോ അത് തീർച്ചയായിട്ടും ഉടനെ അധികം താമസിയാതെ തന്നെ അതിന്റെ അനുരണനങ്ങൾ കേരളത്തിൽ, അതായത് അതിന്റെ വാഹകനോ ആയിട്ട് ആരെങ്കിലും മലയാളികൾ എത്തിയിരിക്കും. അങ്ങനെ കേരളത്തിലേക്ക് വരും. പിന്നെ നമ്മുടെ 44 പുഴകൾ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഈ 44 അരുവികളും ഇപ്പോൾ പൊള്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. ഫിഷിന് പോലും, മത്സ്യത്തിന് പോലും ജീവിക്കാൻ വയ്യാത്ത പരുവത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പലതരം സാംക്രമിക രോഗങ്ങളുടെയും വിളനിലമായി മാറിയിരിക്കുകയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തില് ഹെൽത്തിന് 1ാം പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ മറ്റ് നോർത്ത് ഇന്ത്യയിലെയൊക്കെ അവസ്ഥ അന്വേഷിച്ച് നോക്കുമ്പോൾ കേരളം വളരെ മെച്ചമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിൽ മെച്ചമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിക്കണം. ഇവിടെ പൊതുമേഖലയിലുള്ള മുതൽ മുടക്ക് കൊണ്ടല്ല, ഇവിടെ തലങ്ങും വിലങ്ങും സ്വകാര്യ ആശുപത്രികൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് നാം പറയുന്നത്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിൽ പക്ഷേ സാധാരണക്കാർക്ക് ചെന്ന് കയറാൻ പറ്റുമോ? നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക് ഒന്ന് ചെന്ന് നോക്കുക. ആ ഹെൽത്ത് സെന്ററിലെ കോർപ്പറേഷനകത്തായിട്ട് പോലും മണ്ണന്തല ഹെൽത്ത് സെന്ററിൽ ഞാൻ പോയിട്ടുണ്ട് കോവിഡ് കാലത്തെ ഇമ്മ്യൂണൈസേഷന് വേണ്ടി. അപ്പൊ അങ്ങനെ ചെന്ന സമയത്ത് ഞാൻ കണ്ടു പൊട്ടിപ്പൊളിഞ്ഞ, നമുക്ക് കൈ തൊടാൻ പറ്റാത്ത രീതിയിൽ അത്ര മോശമായ കസേരകള് ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് കോർപ്പറേഷനകത്തെ ഒരു ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ
മറ്റുള്ള ഇടങ്ങളിലെ ഈ കോർപ്പറേഷന് വെളിയിലുള്ള ഹെൽത്ത് സെന്ററുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് പൊതു മുതൽ മുടക്ക്, അതായത് ഗവൺമെന്റ് മുതൽ മുടക്കുന്നത് എത്ര ശോച്യമായ രീതിയിലാണ് എന്നതിന്റെ തെളിവാണ് ഈ ഹെൽത്ത് സെന്ററുകൾ. അത് മാത്രമാണോ, മെഡിക്കൽ കോളേജിൽ രാത്രി കറണ്ട് ഇല്ലാതിരുന്നത്, അവിടെ കയ്യുറ മേടിക്കാൻ പണമില്ലാത്തത്, അവിടെ പിന്നെ ഒരു ട്രീറ്റ്മെന്റിനും നിവൃത്തിയില്ലാത്തത്, മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് കൊടുക്കാൻ കോർപ്പറേറ്റുകൾ, അതായത് മരുന്ന് കമ്പനികൾ തയ്യാറാകാത്തത്, ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ്. അതായത് അത്രമേൽ മോശമായ ഒരു ഹെൽത്ത് സെക്ടറാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ പണക്കാരാണെങ്കിൽ അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ പോകാം, അവിടെ എന്ത് വേണമെങ്കിലും അവർക്ക് നടത്തി കിട്ടും. പക്ഷേ സാധാരണക്കാരന്റെ പാവങ്ങളുടെ ഒക്കെ അവസ്ഥ അതാരാണ് മനസ്സിലാക്കേണ്ടത്? ഗവൺമെന്റ് അവർക്ക് വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്? അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബജറ്റിൽ ഗവൺമെന്റ് ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ പണം ചെലവഴിച്ചേ തീരൂ എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനൊരു കാരണവും കൂടിയുണ്ട്. 2017 മോദി ഗവൺമെന്റ് ഒരു ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ചിരുന്നു. ആ ആരോഗ്യ നയത്തില് GDP-യുടെ 2% കേന്ദ്രം ഓരോ ബജറ്റിലും ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർന്നില്ല, സംസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഈ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതൊക്കെ. അപ്പം സംസ്ഥാനങ്ങൾ GSDP-യുടെ, എന്താ GSDP എന്ന് പറയുന്നത്? സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം. ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 8%, ഓർക്കുക, കേന്ദ്രം GDP-യുടെ 2% ചെലവഴിക്കണം, സംസ്ഥാനങ്ങൾ GSDP-യുടെ 8% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണമെന്നാണ് ആ ആരോഗ്യ നയം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കൂ. അല്ലെങ്കിൽ അവരിതൊന്നും ഇല്ല, ഒന്നും അറിഞ്ഞില്ല. അതായത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഗവൺമെന്റിന് എന്ത് സുഖമാണെന്നറിയോ, മറന്ന് അതൊക്കെ വിസ്മരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അത് നമ്മൾ സമ്മതിക്കരുത്. അപ്പൊ GSDP-യുടെ 8%, കഴിഞ്ഞ ബജറ്റ് ഞാൻ എടുത്തു നോക്കി, ഹെൽത്തിന് കൊടുത്തിരിക്കുന്നത് GSDP-യുടെ 2% കേട്ടോ. 8% എന്നുള്ളത് മന്ത്രിക്ക് അറിയാമോ അറിയില്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഹെൽത്ത് സെക്ടറിലെ ആർക്കെങ്കിലും അറിയാമോ? അതും അറിഞ്ഞുകൂടാ. എന്തായാലും ആരോഗ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ദേശീയ ആരോഗ്യ നയത്തില്. അപ്പോ നമുക്കിപ്പോൾ ആവശ്യപ്പെടാവുന്നത് ആരോഗ്യ മേഖലയിൽ, അതായത് ഒന്നാന്തരം ഹെൽത്ത് സെന്ററുകളെ നന്നായി എക്യുപ്പ് ചെയ്യുക, നല്ല ഡോക്ടർമാരുണ്ടാവുക, അവിടെ വേണ്ടത്ര എക്യുപ്മെന്റ്സ് ഉണ്ടാവുക. ഒരു സാധാരണ രോഗിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാതെ ആ ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ തന്നെ അത്യാവശ്യ രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടത്തക്ക ഒരവസ്ഥ സംജാതമാകുക. അതിന് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അപ്പം ഈ 8% GSDP-യുടെ ആരോഗ്യ മേഖലയ്ക്ക് എന്നുള്ള കേന്ദ്ര നിയമം അതുപടി അനുശാസിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ബജറ്റിൽ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പൊ ഈ 8% കൂടി പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ അല്ല വേണ്ടത്, ജെറിയാട്രിക് കെയർ. ഓർമ്മിക്കുക, കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് കേരളത്തിന്റെ ജനസംഖ്യയുടെ 17%. ഓൾ ഇന്ത്യ തലത്തിൽ 7% മാത്രമേ ഉള്ളൂ 60 കഴിഞ്ഞവര്. കേരളത്തിൽ അത് 17%. എന്ന് വെച്ചാൽ ഈ പ്രായമായവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും അടിക്കടി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കേരളം ഈ കാര്യത്തിലും വലിയ, അതായത് നമ്മളിപ്പോ പറയാറുണ്ട് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. അത് ചെറുപ്രായം, അതായത് യുവജനതയുള്ള രാജ്യത്ത്, ഇന്ത്യയെ ഒട്ടാകെ എടുക്കുകയാണെങ്കിൽ 28 വയസ്സാണ് ശരാശരി പ്രായം. പക്ഷേ കേരളത്തെ എടുക്കുമ്പോഴാണ് ഈ 60 കഴിഞ്ഞവർ 17% വരുന്നത്. അപ്പോഴേക്കും നമുക്ക് ഈ 28 വയസ്സ് ശരാശരി പ്രായം എന്നുള്ളത് ഒരിക്കലും ശരിയാവില്ല കേരളത്തിന്. അപ്പൊ ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, പക്ഷെ കേരളത്തിന് വേണ്ടത് സിൽവർ ഡിവിഡൻഡ് ആണ്. 60 കഴിഞ്ഞവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് അവരുടെ കാലഘട്ടം വരിക, അവരുടെ പ്രൊഡക്ടിവിറ്റി പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ നന്നായിട്ട് ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് മേഖലകളുണ്ട് ചെലവഴിക്കേണ്ട. ആ മേഖലകളൊക്കെ കണ്ടെത്തി അവിടെയൊക്കെ ചെലവഴിക്കുക. അതും അപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെയാണ് വേണ്ടത്. അതായത് മൊബൈൽ ക്ലിനിക്കുകൾ വേണം. ഈ 60 കഴിഞ്ഞവര് 80 കഴിഞ്ഞവര് അങ്ങനെയൊക്കെയുള്ളവരെ വീട്ടിൽ പോയി കണ്ട് കിടപ്പ് രോഗികളുണ്ടോ അങ്ങനെ അവർക്കൊക്കെ വേണ്ട എല്ലാ ട്രീറ്റ്മെന്റ്സും കൊടുക്കത്തക്ക രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ മൊബൈൽ ക്ലിനിക്കുകൾ വേണം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തന്നെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ഈ GSDP-യുടെ 8% ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഗവൺമെന്റ് എങ്കിൽ ആരോഗ്യ മേഖലയെ നമുക്ക്
നന്നായി തന്നെ ശ്രദ്ധിക്കപ്പെടും എന്ന് കരുതാവുന്നതാണ്. ഹെൽത്ത് കഴിഞ്ഞ എഡ്യൂക്കേഷനിലേക്ക് പോകാം. എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് ആവശ്യം? അതായത് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റണം എന്നാണ് കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ LDF ഗവൺമെന്റ് പറഞ്ഞത്. അതിനു മുൻപ് UDFും അത് തന്നെ പറഞ്ഞു. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി, നോളജ് ഹബ്ബാക്കി മാറ്റി ആഗോളതലത്തിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ വിദ്യാർത്ഥികളാണ്, അതായത് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസം ഇവിടെ ഉള്ളവരെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ ശോച്യമായിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി. അപ്പൊ ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഗവൺമെന്റ് തന്നെ, അതായത് സ്വകാര്യ മേഖല ധാരാളമായിട്ട് എഡ്യൂക്കേഷനിൽ ചെലവഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കണം. അപ്പൊ അങ്ങനെ ചെലവഴിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുകയുള്ളൂ. അങ്ങനെ മാത്രവുമല്ല, ഈ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ധനമന്ത്രി തന്നെ ബജറ്റിൽ പറഞ്ഞിരുന്നു, എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം. വളരെ നല്ല ഐഡിയയാണത്. ക്യാമ്പസ് തോറും എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാകാത്തത്? വെറുതെ തല്ലിപ്പൊളി രാഷ്ട്രീയവും കൊണ്ട് നടക്കുകയാണ് കുട്ടികള്. ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല. ക്യാമ്പസിലെ ഇലക്ഷനും അവിടെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ആകും. പക്ഷെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ലെന്ന് കോടതി പോലും വിധിച്ചിട്ട് പോലും നമ്മുടെ ക്യാമ്പസുകൾ അശാന്തമായി തുടരുകയാണ്. ആ അശാന്തിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ക്യാമ്പസ് വിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് തൊഴിലില്ല. തൊഴിലുണ്ടാകണമെങ്കിൽ ക്യാമ്പസിൽ ശാന്തി ഉണ്ടാകണം, അതുപോലെ തന്നെ ക്യാമ്പസിന് പുറത്തും ശാന്തി ഉണ്ടാകണം. അപ്പോൾ എന്താണ് വേണ്ടത്? മന്ത്രി രാജീവ്, വ്യവസായ മന്ത്രി രാജീവും എഡ്യൂക്കേഷൻ മന്ത്രി ബജറ്റിലും പറയുന്നത് പോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും തരപ്പെടുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം. ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നതിന് PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. 5000 രൂപ വീതം CSR ഫണ്ടിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ഇന്റേൺസിന് റെമ്യൂണറേഷൻ കൊടുക്കും. അങ്ങനെ ഇന്റേൺഷിപ്പ് പരിപോഷിപ്പിക്കാം. അപ്പോൾ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായാൽ ആ സ്റ്റാർട്ടപ്പുകൾ തന്നെ ഇന്റേൺഷിപ്പിനുള്ള സൗകര്യമായി മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് കേരളത്തിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിന്. സ്റ്റാർട്ടപ്പുകൾക്ക് കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, നല്ല വലിയ ഒരു പഠനം, വളരെ ശക്തമായ ഒരു പഠനം ഈ കേരളത്തിൽ ഉടനീളമുള്ള കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളെ പറ്റി നടത്തിയ അനുഭവജ്ഞാനമുണ്ട് എനിക്ക്. അതായത് അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഫെലോഷിപ്പോടെയാണ്, സ്കോളർഷിപ്പ് അല്ല, ഫെലോഷിപ്പോടെയാണ് ആ പഠനം ഞാൻ നടത്തിയത്. വെറുതെ ഫെലോഷിപ്പ് കിട്ടില്ല. നല്ല ക്വാളിറ്റി പ്രപ്പോസലും ക്വാളിറ്റി സ്റ്റഡിയുമാണെങ്കിലേ കിട്ടൂ. അങ്ങനെ നടത്തിയ സ്റ്റഡിയിൽ ഞാൻ കണ്ടതാണ് മിടുക്കികളായ കുടുംബശ്രീ സംരംഭകരുടെ സംരംഭങ്ങൾ. അപ്പൊ അത്തരം സംരംഭങ്ങൾ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ വരാം. ആ കുടുംബശ്രീകളെ തന്നെ അവിടെ വേണമെങ്കിൽ ആദ്യ കാലത്തൊക്കെ എന്താ പറയുക, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക, ഇതെങ്ങനെയാണ് നടത്തി കൊണ്ടുപോകേണ്ടത്. അതിനുശേഷം അതൊക്കെ സ്റ്റുഡൻസിന്റെ തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്ത് ആ സ്റ്റുഡന്റ് ഗ്രൂപ്പുകൾ തന്നെ വിവിധ തരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകളിൽ തന്നെ പഠനം കഴിഞ്ഞ് ജോലിയാകണമെന്നില്ല. ഇതേ സ്റ്റാർട്ടപ്പുകളുമായി സ്വന്തം ജീവിതം കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വരും. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ ജോലി കൊടുക്കുന്നവരാകും. ജോലി തെണ്ടുന്നവരല്ല, ജോലി കൊടുക്കുന്നവരായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ക്യാമ്പസുകളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടെങ്കിൽ തനിയെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരും. അതാണല്ലോ റെസ്പോൺസിബിൾ ടൂറിസം ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ആ റെസ്പോൺസിബിൾ ടൂറിസം പോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് കൾച്ചർ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണ് കുട്ടികൾ പഠിക്കാൻ വരില്ലാത്തത്? അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഇപ്പൊ AI ഒക്കെ കാലഘട്ടം വരികയാണ്. അപ്പൊ എല്ലാത്തരം സ്കിൽ ട്രെയിനിങ്ങും കുട്ടികൾക്ക് കൊടുക്കണം. അതായത് വെറുതെ തിയറി മാത്രം പഠിക്കും, തിയറി അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കണം. തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി അവർക്ക് കിട്ടണം. അങ്ങനെ ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുന്നതോടൊപ്പമാണ് ക്യാമ്പസുകളിലെ സ്റ്റാർട്ടപ്പ് കൾച്ചർ. ആ സ്റ്റാർട്ടപ്പുകളും ഈ AI ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു നോളജ് ഹബ്ബാക്കി നമ്മുടെ ക്യാമ്പസുകളെ മാറ്റാൻ പറ്റും.
അപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റുഡൻസിന്റെ, അതായത് കുട്ടികളുടെ ഗ്രൂപ്പുകൾ, ഈ കുടുംബശ്രീ ഗ്രൂപ്പുകൾ പോലെ കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പിന് ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലും ഇതിലൊക്കെ വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. മന്ത്രിമാര് പ്രസംഗം പറയുന്നത് മാത്രമല്ല വേണ്ടത്, അവരിതിനൊക്കെ മേൽനോട്ടം വഹിക്കാൻ വെറുതെ ആൾക്കാരെ വെച്ചിട്ട്, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും വെച്ചിട്ട്, പ്രാവീണ്യമുള്ളവരെ, കുടുംബശ്രീയുടെ മുകളിലിരിക്കുന്നവർ തന്നെ നോക്കിയാലും അതിൻ്റെ അകത്ത് സ്റ്റാർട്ടപ്പ് കൾച്ചറുമായിട്ടൊക്കെ നന്നായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ വനിതകൾ പോലും ഇവരെ സഹായിക്കും, ഈ രാഷ്ട്രീയ പാർട്ടിയിലെ വെറും പാർട്ടി നോമിനിയായിട്ട് നടക്കുന്നവരെക്കാളും. അപ്പൊ അങ്ങനെ ക്യാമ്പസ് നന്നാക്കണം, ക്യാമ്പസിൽ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാകണം, ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കേരളത്തിൽ വളരെ എളുപ്പം നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഈ ബജറ്റ് അതിന് വേണ്ട പ്രൊവിഷൻസ് നൽകണം എന്നുള്ളതാണ് അടുത്തായിട്ട് എനിക്ക് വളരെയധികമായിട്ട് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടൂറിസം മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടൂറിസം പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മുടെ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ GSDPയുടെ ഒരു 12, 13, 14, 15% എന്ന് വെച്ചാൽ 12 മുതൽ 15% വരെ GSTയിലേക്ക് കൊടുക്കുന്ന ഒരു, പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഏക വ്യവസായമാണ് ഇപ്പോൾ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൂറിസത്തിന്റെ വികസനത്തിന് നമ്മൾ സീപ്ലെയിൻ കൊണ്ടുവന്നു. സീപ്ലെയിന്റെ ഒരു ട്രയൽ നടത്തി. ഇനി അത് എവിടെ പോയി, ഇനി അത് എന്നാണ് തിരിച്ചു വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രത്തിന്റെ ഉഡാൻ പദ്ധതി പ്രകാരമാണ് സീപ്ലെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സീപ്ലെയിൻ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്സുമായിട്ട്, അതായത് മൂന്നാറിൽ നിന്ന് വയനാട് പോവുക, വയനാട് നിന്ന് കാസർഗോഡ് പോവുക, ഇങ്ങനെ ഈ കണക്ടിവിറ്റി ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചാൽ തന്നെ വലിയ സ്കോപ്പാണ് കേരളത്തിലെ ടൂറിസത്തിനുള്ളത്. അപ്പൊ അങ്ങനെ ആ ടൂറിസത്തിന് വേണ്ടി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പൊ സീപ്ലെയിൻ കണക്ടിവിറ്റി തന്നെ വേണമെന്നില്ല, അതല്ലാതെ തന്നെ ഹെലികോപ്റ്റർ സൗകര്യങ്ങളൊക്കെ ഇപ്പൊ വയനാട് കാസർഗോഡും ഒക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഈ രണ്ട് പ്ലേസസും ടൂറിസം പ്ലേസസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ അവിടെയൊക്കെ ഉള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഓരോ ഡെസ്റ്റിനേഷനും കണ്ടെത്തി ആ ഡെസ്റ്റിനേഷന് വേണ്ടത്, ഉദാഹരണത്തിന് ഇപ്പൊ വയനാട് തന്നെ, ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് വയനാട് ഡിസ്ട്രിക്റ്റ്. വയനാട് ഡിസ്ട്രിക്റ്റിലെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് വരുന്ന ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് തലേ ആഴ്ചയില് പ്രചാരണമൊക്കെ നിർത്തുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൽപ്പറ്റയിൽ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 7000 കോടി വയനാടിന്റെ വികസനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. ഓർമ്മിക്കണം, വയനാടാണ് ഏറ്റവും കുറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻകം ഉള്ള ജില്ല കേരളത്തിൽ, ഏറ്റവും കൂടുതൽ പാവങ്ങളുള്ള ജില്ല കേരളത്തിൽ. കേരളത്തിന്റെ ആകെ പട്ടികവർഗ വിഭാഗത്തിൽ 42% താമസിക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല. ആ വയനാട് ജില്ലയുടെ സമഗ്ര വികസനത്തിനായിട്ട് 7000 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 7 കോടിയെങ്കിലും വയനാടിന് വേണ്ടി ചെലവഴിച്ചോ? ഇപ്പൊ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ പോലും എത്ര കോടിയാണ് ചെലവഴിച്ചത്? ഇപ്പോഴും കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അതിന് ചെലവഴിക്കാൻ അതൊക്കെ എടുത്ത് വേറെ എവിടെയെങ്കിലും ചെലവഴിച്ചു കാണും. അങ്ങനെ വാഗ്വാദം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വയനാട് ജില്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ജില്ലയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ആ 7000 കോടി അവിടെ ഈ ബജറ്റിലെങ്കിലും ഉൾപ്പെടുത്തി ചെലവഴിക്കുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വയനാടിന്റെ ടൂറിസം പൊട്ടൻഷ്യലും അതുപോലെ അതിന്റെ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് ശേഷമുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കരകയറാൻ അതും ഒരു സഹായമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക, വലിയ ഊന്നൽ ടൂറിസം മേഖലയ്ക്ക് കൊടുക്കുക. കാരണം ടൂറിസം മേഖല കേരളത്തിന് വലിയ തോതില് കേരളത്തിന്റെ വികസന കുതിപ്പിലേക്ക് സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒന്നാണ് ടൂറിസം മേഖല. അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വേണ്ട ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ്, അതിനും ഊന്നൽ കൊടുക്കണം ഈ ബജറ്റിൽ എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കാർഷിക മേഖലയിലേക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം, കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. അതിൽ 19,000 സ്ക്വയർ കിലോമീറ്ററും ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്, അതായത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്.
അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ടൂറിസം പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ക്വാറിയിങ് ആണെങ്കിലും എല്ലാം നടത്തുമ്പോൾ 1962 മുതൽ 2018 വരെയുള്ള കാലത്തെ പഠനങ്ങളിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി വിഭാഗം ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 38,000 സ്ക്വയർ കിലോമീറ്ററുള്ള കേരളത്തിന്റെ 19,000 സ്ക്വയർ കിലോമീറ്ററും ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്. അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഹിൽ സൈഡ്സിൽ ഉള്ള എല്ലാ പ്ലാനിങ്ങും നടത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അവിടെയെല്ലാം മനുഷ്യ വന്യമൃഗ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൃഷി നമുക്ക് റീറ്റെയിൻ ചെയ്തേ പറ്റൂ. നമ്മൾ അറിയാം 1975 8,75,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. അന്ന് 13 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് ടൺ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള എല്ലാത്തരം വെജിറ്റബിൾസ് ആയിട്ടുള്ള വിഷം, അരിയുമായിട്ടുള്ള വിഷം, അങ്ങനെ എല്ലാത്തരം വിഷവും കൊണ്ടുവന്ന് അത് തന്നെ കഴിച്ച് ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ തന്നെ പരിസ്ഥിതി ലോലമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ബജറ്റിലൂടെ നടത്തണം. അതുപോലെ തന്നെ കൂടുതലും ജൈവ കീടനാശിനികളുടെ ഉപയോഗം, അതുപോലെ ജൈവ വളങ്ങളെല്ലാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉൽപാദനം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിലാണ് പേടിക്കേണ്ടത്. അതാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളത്. അപ്പം ആ വേണ്ടത്ര ശ്രദ്ധയൊക്കെ ചെലുത്തി കാർഷിക മേഖല നഷ്ടപ്പെട്ടു പോയ കാർഷിക പ്രതാപകാലം തിരിച്ചു പിടിക്കണം. നമ്മുടെ തോട്ടം മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ തെങ്ങ്, ഇപ്പൊ തേങ്ങയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ തേങ്ങയില്ലാത്ത അവസ്ഥ, ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങുള്ള കേരളത്തില് തേങ്ങയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വേണ്ട രീതിയിൽ വളം ചെയ്യുന്നില്ല. വളം ചെയ്യണമെങ്കിൽ പൊട്ടാഷ്, ഒന്നുകിൽ ചാമ്പലിടണം അല്ലെങ്കിൽ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇടണം. അത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വലിയ വിലയാണ്. കർഷകർക്ക് വാങ്ങാൻ നിവൃത്തിയില്ല. അത്ര വലിയ തരത്തിലുള്ള എന്താ പറയുക വിലക്കയറ്റം ആണ് രാസവളങ്ങൾക്ക്. അപ്പൊ രാസവളങ്ങളുടെ വിലയൊക്കെ ക്രമീകരിച്ച് കൃഷിക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ വേണ്ട നടപടികൾ ബജറ്റിലൂടെ കൊണ്ടുവരിക, കൃഷിയെ തിരികെ പിടിക്കാനുള്ള നടപടികൾ കൊണ്ടുവരിക, പാട്ടത്തിന്, അതായത് തരിശിട്ടിരിക്കുന്ന ഭൂമി മുഴുവനും പാട്ടകൃഷിയിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി റിസർവ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളില് ട്രഞ്ച് വെറുതെ ട്രഞ്ച് ഉണ്ടാക്കിയാൽ പോരാ, നല്ല കോൺക്രീറ്റ് ട്രഞ്ച് വേണം ഉണ്ടാക്കാൻ. അതായത് ആനയോ മറ്റു വന്യമൃഗങ്ങളോ ചവിട്ടി കളയരുത്, മനുഷ്യരും ചവിട്ടി കളയരുത്. അങ്ങനെ നല്ല കോൺക്രീറ്റ് ട്രഞ്ച് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കർണാടകത്തിന്റെ അതിർത്തിയിൽ കെട്ടിയിരിക്കുന്ന മതില് കാണണം. അതായത് ഒരു തരം ജീവികളും, അതായത് പുലിയാകട്ടെ, കടുവയാകട്ടെ, കരടിയാകട്ടെ, ഒന്നും എടുത്തു ചാടാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലാണ് ഗുണ്ടൽപേട്ട്. ഒന്ന് പോയി നമ്മുടെ രാഷ്ട്രീയക്കാർ കാണണം ഗുണ്ടൽപേട്ട് കെട്ടിയിരിക്കുന്ന മതില്. ആ മതില് ചാടിക്കടക്കാൻ ഒരു മൃഗത്തിനും പറ്റില്ല. ആ തരത്തിലുള്ള നല്ല കോൺക്രീറ്റ് മതിലുകൾ കെട്ടുക. എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ വലിയ തോതിൽ കൃഷിയെ എല്ലായ്പ്പോഴും ഒരു കാർഷിക ബജറ്റ് തന്നെ വേണ്ടതാണ്. കൃഷിയെ അവോയ്ഡ് ചെയ്യുന്നതിന്, സൈഡ് ലൈൻ ചെയ്യുന്നതിന് പകരം കൃഷിക്ക് ഒന്നാമത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി എങ്ങനെയാണ് പണം കണ്ടെത്തുക? എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ഓർമ്മിക്കുക സർക്കാരെ, അതായത് MGNREGP, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, പണക്കാരന്റെ പറമ്പ് കിളയ്ക്കാനല്ല തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൻമതിൽ കെട്ടുന്നതിന്, അതുപോലെ തന്നെ ട്രഞ്ച് നിർമ്മിക്കുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഒരു വനം തന്നെ സൃഷ്ടിക്കുക. വനമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പൊ അവിടെ ജലസംഭരണികൾ ഉണ്ടാക്കുക, അതായത് വളരെ ഷാലോ ആയിട്ടുള്ള ജലസംഭരണികൾ. അപ്പൊ അങ്ങനത്തെ ജലസംഭരണികളിലേക്ക് മൃഗങ്ങൾക്ക് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് പോകാൻ പറ്റും. ആ ജലസംഭരണികളുടെ സമീപത്തായിട്ട് അവയ്ക്ക് തീറ്റിക്ക് സൗകര്യപ്രദമായ എന്തൊക്കെയാ വേണ്ടത്? ബാമ്പു എന്ന് പറഞ്ഞാൽ ഇല്ലി, അതുപോലെ തന്നെ മറ്റ്
ഒരു വാഴ ഒരു ആനയ്ക്ക് ഒരു വാഴ തിന്നാൻ പറ്റിയ ഏതാനും ദിവസത്തെ ന്യൂട്രിയന്റ് ആയെന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ പത്രങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ആനയ്ക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും വനത്തിൽ തന്നെ ഒരു വന സൃഷ്ടി നടത്തണം. അതായത് അവയ്ക്ക് അവിടെ തീറ്റയും വെള്ളവും കിട്ടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വന്യമൃഗ സംരക്ഷണം, അതായത് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ ഒരിക്കൽ ഡോക്ടർ ഐസക് 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നു, 1,00,000 മുളം തൈകൾ വച്ചു പിടിപ്പിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു അന്ന്. പക്ഷെ ഒരു മുളം തൈ എങ്കിലും വച്ചു പിടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അദ്ദേഹം 5 വർഷത്തെ മന്ത്രിസ്ഥാനം വിട്ടു പോകുന്നതിന് മുൻപ് കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വയനാട്ടിലൊന്നും ഒരു മുളം തൈയും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഇടുക്കിയിലും വെച്ച് പിടിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ വനത്തില് മുളം തൈ വെച്ച് പിടിപ്പിച്ചാൽ ആനയുടെ ഇഷ്ടഭോജ്യമാണ്. ആന അവിടെ തന്നെ നിന്നോളും, പിന്നെ മനുഷ്യവാസത്തിലേക്ക് വരില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആനയ്ക്ക്, കരടിക്ക്, കടുവയ്ക്ക്, പുലിക്ക് ഇവയ്ക്കൊക്കെ എന്ത് ആഹാരമാണ് വേണ്ടത്, അവയ്ക്ക് അതിന് സജ്ജമായ സാഹചര്യം ഒരുക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് അവരെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? 90 രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ 10 രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് ചെലവ്. 90:10 എന്ന പ്രപ്പോർഷനിലാണ് അതിന്റെ ചെലവ്. അപ്പൊ ആ കേന്ദ്രം തരുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇതിൽ വലിയ ഒരു പരിധി വരെയും ഈ സൗകര്യങ്ങൾ സജ്ജീകരിക്കാവുന്നതാണ്. അങ്ങനെ ഗവൺമെന്റ് സജ്ജീകരിക്കണം എന്നാണ് ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും, നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലത്തെ പ്രശ്നമുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ ഇത്തരം സജ്ജീകരണങ്ങൾ ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള മറ്റ് ചെലവുകൾ, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം അതല്ലാതെ കണ്ടെത്തിയാൽ മതി. കൂലി കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുക, അതുപോലെ തന്നെ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അവരുടെ ഇൻഷുറൻസ് ഒക്കെ എത്രയും വേഗം കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെയുള്ള പണം കണ്ടെത്തണം. വളരെ 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 ചെറിയ തുകകളാണ് ഓരോ ബജറ്റിലും കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് നിർത്തിക്കൊണ്ട് കാർഷിക മേഖല, അതായത് വ്യവസായം, കൃഷി, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ 3 മേഖലകൾക്കും ഒരുപോലത്തെ പ്രാധാന്യം കൊടുത്താൽ പോരാ. ഇത്രയധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്ത് കൃഷിക്കാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഇവിടുത്തെ കാർഷിക മേഖലയെ ഇങ്ങനെ തരം താഴ്ത്തി കളഞ്ഞാൽ, ഇങ്ങനെ എന്താ പറയാ, അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അവസാനം നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം കലർന്ന പച്ചക്കറിയും അരിയും ഒക്കെ കഴിച്ച് എങ്ങോട്ടാണ് പോവുക? ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് കേരളത്തിലുള്ളവര്. ഇനിയും ഇതിനേക്കാൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാർഷിക മേഖലയെ പറ്റി പറയുമ്പോൾ. യുണൈറ്റഡ് നേഷൻസിന്റെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ ഒന്നാണ് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ലോകം. അപ്പൊ ഓരോ രാജ്യവും 2030 2025 പറഞ്ഞിരിക്കുന്ന വർഷം എങ്കിലും അത് 2030 വരെ നീട്ടാതെ പറ്റില്ല. ഇന്ത്യ ഒന്നും അതിനടുത്തെങ്ങും എത്തിയിട്ടില്ല. ഹങ്കർ, അതുപോലെ മാൽന്യൂട്രീഷനുള്ള വലിയ ഒരു ജനത ഇന്ത്യയിലുണ്ട്. കേരളത്തിലും ഒട്ടും കുറവല്ല മാൽന്യൂട്രീഷനുള്ള, അതായത് പോഷകാഹാര ദാരിദ്ര്യമുള്ള ആൾക്കാർ. ഈ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മെഷറാണ് നമ്മുടെ അംഗനവാടീസ്. പക്ഷെ അംഗൻവാടീസ് വഴിയൊക്കെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ, പല അംഗൻവാടികളുടെ കഥയും, നമ്മൾ എറണാകുളത്തു നിന്ന് തന്നെയുള്ള ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നത് ഏത് തരം ദരിദ്രമായ സാഹചര്യത്തിലാണ്, അവിടെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ വന്ന കാര്യമൊക്കെ അടുത്ത നാളിൽ തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഈ പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ അംഗനവാടികൾക്ക് കൊടുക്കേണ്ടത്ര ഊന്നൽ വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേരളമാണല്ലോ, ഇവിടെ അംഗനവാടികളൊക്കെ സുഭിക്ഷമാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്കറിയാം, ഉച്ചക്കഞ്ഞി ഈ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ മാത്രമല്ല, അതായത് ഒരു സഹവർത്തിത്വം മക്കൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമാന്യ സാമ്പത്തിക ശേഷി ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളോട് പോലും ഉച്ചക്കഞ്ഞി സ്കൂളിൽ നിന്ന് കഴിക്കാനാ പറയുക. എന്താണെന്ന് വെച്ചാൽ അവര് മറ്റു കുട്ടികൾ കഴിക്കുന്നത് പോലെ കഴിച്ച് ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ധാരണയൊന്നുമില്ലാത്ത ഒരു സമഭാവനയോടെ വളരാനാണ് മാതാപിതാക്കൾ അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്.
അപ്പൊ ആ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന തുക തന്നെ എത്ര തുച്ഛമായ തുകയാണെന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ തീർച്ചയായിട്ടും സമീകൃത ആഹാരമല്ല കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മുതിർന്നവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനുള്ള തെളിവാണ് ഉച്ചക്കഞ്ഞിക്ക് ഗവൺമെന്റ്. എന്നിട്ട് തന്നെ എന്തായിരുന്നു കഴിഞ്ഞ വർഷത്തെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഹെഡ് മാസ്റ്റേഴ്സ് ഒന്നുകിൽ അവര് നാട്ടുനീടെ നടന്ന് പിരിക്കുക, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുക, അല്ലെങ്കിൽ കോ വർക്കേഴ്സിൽ നിന്ന് പണം പിരിച്ചെടുക്കുക. അവസാനം ഇവിടെ ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ ആകാൻ തയ്യാറില്ല. അതായത് ആ പ്രൊമോഷൻ വരുമ്പോൾ എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറയും. കാരണം ഈ ചെലവെല്ലാം അവർ തന്നെ എടുക്കണം. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടത്. അതൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി. അപ്പൊ ഗവൺമെന്റ് ഈ ബജറ്റിൽ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത് ഇതിനൊരു വലിയ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുക. പട്ടിണി ഇല്ലാത്ത രാജ്യം സംസ്ഥാനമാക്കാൻ മാത്രമല്ല, അതായത് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കുക. നോളജ് ഹബ് ആകണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ കുഞ്ഞുങ്ങൾ മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവരായിരിക്കണം, പൂർണ്ണമായും ആരോഗ്യമുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നോളജ് ഹബിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു കയറും. അതുപോലെ നമ്മുടെ കുട്ടികൾ വളർന്നു കയറി ആ നോളജ് ഹബ് യഥാർത്ഥത്തിൽ ഒരു നോളജ് ഹബ് ആകുമ്പോഴേ അന്യരാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കുട്ടികളെ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ.